2024 ഡിസംബറിലായിരുന്നു നെറ്റ് സൈക്കോളജിയിലായിരുന്നു ഞാൻ പാസ്സായിട്ടുണ്ടായിരുന്നത്. മിക്കവരും ഞാനും എൻ്റെ പ്രിപ്പറേഷനും ഇതെല്ലാം കൂടി പറയുകയാണെങ്കിൽ ഇപ്പൊ ആലോചിക്കുമ്പോൾ കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ട്, കുറച്ചധികം കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പറയും. പക്ഷെ ഇവിടെ വന്നിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. നമ്മൾ വിചാരിക്കും അത് സബ്ജക്ട് വൈസ് ഒരു സാധനം കിട്ടില്ല, സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ ആയിരിക്കില്ല പറയാം. പക്ഷെ പോഡ്കാസ്റ്റ് ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും. അതിൽ തന്നെ നമുക്ക് കുറെ കാര്യങ്ങൾ, കുറെ റിയലൈസേഷൻസ് ആണ് പോഡ്കാസ്റ്റിലൂടെ നമുക്ക് കിട്ടുന്നത്. ഞാൻ ഭയങ്കര ഡിമോട്ടിവേറ്റഡ് ആയിരുന്നു. എന്തുകൊണ്ടെന്ന് വെച്ചാല് ഈ 24/7 ഇതിനു വേണ്ടി മാത്രം ഇപ്പൊ ജോലി ഒഴിവാക്കി അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഈ ഒരു എക്സാമിന് വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്ത കുറെ കുട്ടികളുണ്ട്. അവരുടെ കൂടെയൊക്കെയാണല്ലോ ഞാൻ ഈ വർക്ക് ചെയ്യുന്നത്. കൂടെ പഠിക്കാനുള്ളത് കുറച്ച് ആ ഒരു കാര്യത്തിൽ ഞാൻ കുറച്ച് ഡിമോട്ടിവേറ്റഡ് ആയിരുന്നു. അപ്പോഴാണ് സാറിന്റെ ഒരു പോഡ്കാസ്റ്റിനെ കേട്ടത്. സാർ എന്ന് പറയുന്നത് എല്ലാ കൊല്ലവും നമുക്കൊരു നെറ്റ് അല്ലെങ്കിൽ JRF റിസൾട്ട് വരുന്ന സമയത്ത് എല്ലാ കാറ്റഗറി ഓഫ് ആളുകൾക്കും നമുക്ക് ഒരു റിസൾട്ട് കിട്ടും. എപ്പോഴും ടീച്ചേഴ്സ് പറയാനുള്ള ഒരു കാര്യമാണ് PYQ വെച്ചത്. പക്ഷെ ഞാൻ വന്ന് ജോയിൻ ചെയ്ത സമയത്ത് PYQ എനിക്ക് സിലബസ് കവർ ചെയ്യാൻ എങ്ങനെ നമുക്ക് PYQ ചെയ്യാൻ പറ്റും, PYQ നമ്മൾ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും കണ്ടന്റ് നോളജ് ഉണ്ടെങ്കിൽ അല്ലേ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചു. പിന്നെ സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സാർ പറഞ്ഞ കാര്യം എക്സാം കുറച്ച് റിലാക്സേഷൻ ടെക്നിക്സ്, കുറച്ച് സൈക്കോളജി കൂടി നമുക്ക് എക്സാമിൽ കൊണ്ടുവരാം. നിങ്ങൾ ഫീ എത്ര കൊടുക്കുന്നു അതിന് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. വീട്ടിൽ ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾ എന്തായാലും സാറ്റിസ്ഫൈഡ് ആയിരിക്കും. കാരണം വെറുതെ ഒരു ഫീ അല്ല, അതിനനുസരിച്ചുള്ള സർവീസസ് അല്ലെങ്കിൽ അതിനനുസരിച്ച് അവർ എഫോർട്ട് ഇടുന്നുണ്ട്. അതിനനുസരിച്ചുള്ള ഒരു എഫോർട്ട് നമ്മൾ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും നമ്മളെ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന നല്ല ഉറപ്പുണ്ട്. നിങ്ങൾ ചോദിച്ചു